പമ്പ മുതൽ സന്നിധാനം വരെ CCTV ക്യാമറകൾ. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. ഈ പ്രദേശങ്ങളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ്, ദേവസ്വം, വിജിലൻസ് എന്നിവയുടെ 258 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സന്നിധാനം 24 മണിക്കൂറും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങൾ ഉടൻ തന്നെ പരിശോധിച്ച് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. പമ്പ മുതൽ സോപാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാനും ഇത് സഹായകമാകും. തീർത്ഥാടകരുടെ ആവശ്യാനുസരണം മെഡിക്കൽ ടീം, ആംബുലൻസ്, ട്രോളി, അഗ്നിശമന വിഭാഗം എന്നിവരെ അറിയിക്കാനും ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായ ഈ ദേവസ്വം, വിജിലൻസ് ആകെ 172 CCTV ക്യാമറകളാണ് വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മരക്കൂട്ടം മുതൽ സന്നിധാനത്തേക്ക് വരെ 160 CCTV ക്യാമറകളും സോപാനത്തിൽ 32 ക്യാമറകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം തിരക്കേറിയിട്ടും ഇത്തവണ ശബരിമലയിൽ ഭക്തർക്ക് സുഖദർശനമായിരുന്നു. 80,000-നും 90,000-നും ഇടയിൽ ഭക്തർ ദർശനത്തിനെത്തുമ്പോഴും സന്നിധാനത്ത് ഭക്തരുടെ തിരക്കോ മണിക്കൂറുകൾ നീണ്ട ക്യൂവോ ഇല്ല. മിനിറ്റിൽ ശരാശരി 78 അല്ലെങ്കിൽ 80 പേരെ 18-ാം പടി കയറ്റി വിടുന്നതിനാൽ വേഗത്തിൽ ഭക്തർക്ക് മടങ്ങാനാകുന്നു. 86,335 പേർ ദർശനം നടത്തിയ ശനിയാഴ്ച വളരെ വേഗമാണ് ക്യൂ നീങ്ങിയത്. അവധി ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 വരെ എത്തിയത് 41,593 പേരാണ്. ഇവർ വേഗത്തിൽ തൊഴുതിറങ്ങി മടങ്ങിയതോടെ അവധി ദിനത്തിലെ പതിവ് തിരക്ക് താഴെ കാണാനായില്ല. ഈ മണ്ഡല സീസണിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയ വ്യാഴാഴ്ച പോലും ദർശനം സുഗമമായിരുന്നു. ഇത്തവണ ദേവസ്വം ബോർഡും പോലീസും യോജിച്ച് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ദർശനം സുഗമമാക്കുന്നതിന് സഹായമായെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. ദർശന സമയം 16 നിന്ന് 18 മണിക്കൂറാക്കി ഉയർത്തിയതാണ് പ്രധാനം. നടയടച്ച ശേഷവും 18-ാം പടി കയറാൻ അനുവദിക്കുന്നതാണ് മറ്റൊന്ന്. നടയടച്ച ശേഷവും 18-ാം പടി കയറി ദർശനം സാധ്യമാകാത്തവരെ മാളികപ്പുറത്തിന് സമീപത്തെ ക്യൂ കോംപ്ലക്സിലേക്ക് മാറ്റി ഇവർക്കായി പുലർച്ചെ പ്രത്യേക ക്യൂവിലൂടെ ദർശന സൗകര്യം ഒരുക്കിയതാണ് മറ്റൊരു ക്രമീകരണം. ഇതുമൂലം താഴെ കൂടി നിൽക്കുന്നവരുടെ തിരക്ക് കുറഞ്ഞു. 18-ാം പടി കയറി ഫ്ലൈ ഓവർ വഴി ദർശനം നടത്തുന്നവർക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ പ്രത്യേക പരിഗണനക്കാരെ കടത്തിവിടുന്നത് നിയന്ത്രിച്ചിട്ടുമുണ്ട്. കൂടാതെ തീർത്ഥാടകർക്ക് ഒപ്പമെത്തുന്ന വനിതകൾക്ക് പമ്പയിൽ സുഖമായും സുരക്ഷിതമായും തങ്ങാൻ നിർമ്മിച്ച സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചിരുന്നു. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം 100 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഇതിനായി നിർമ്മിച്ചിട്ടുള്ളത്. 50 സ്ത്രീകൾക്ക് ഒരേ സമയം വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ശീതീകരിച്ച കെട്ടിടത്തിൽ വിശ്രമമുറി, ഫീഡിംഗ് റൂം, ശുചിമുറി, ബ്ലോക്ക് എന്നിവയുമുണ്ട്. പമ്പയിൽ വനിതകൾക്ക് വിശ്രമ കേന്ദ്രം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ചോറൂണ് വഴിപാടിനായി എത്തുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് പമ്പയിൽ തങ്ങേണ്ടി വരുമ്പോൾ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയും. അതേസമയം സ്നാനഘട്ടത്തിൽ തീർത്ഥാടകർ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ സാങ്കേതിക മാർഗങ്ങൾ കണ്ടെത്തുമെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് സ്വാമി AI ചാറ്റ്ബോട്ട് എന്നീ അത്യാധുനിക ഡിജിറ്റൽ അസിസ്റ്റന്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.